രഞ്ജിത്ത്, നമസ്തേ. യോഗ പ്രാണവിദ്യ ഹീലിംഗ് സയൻസിൻ്റെ ഇന്ത്യയിലെ സീനിയർ ട്രെയിനറാണ്. ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടർ ദ ഇന്നർ സയൻസസ് ഇന്ത്യ ട്രസ്റ്റ് കൊൽക്കത്തയിലാണ് ഹെഡ് ക്വാർട്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഞങ്ങളുടെ ഫൗണ്ടേഷൻസ് അതത് രാജ്യങ്ങളിൽ സെപ്പറേറ്റ് ഫൗണ്ടേഷൻസ് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് പറയുന്നത് ആത്മീയ പാതയെക്കുറിച്ചാണ്. ആത്മീയത എന്നത് നമ്മളൊക്കെ ധരിച്ചു വെച്ചിട്ടുള്ളത് ധ്യാനം ചെയ്യുക, എപ്പോഴും ഈശ്വരഭജനം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയല്ല. ധ്യാനം എന്നത് ഒരു ജീവിത രീതി കൂടിയാണ്. ഏറ്റവും മികച്ചതായിട്ടുള്ളൊരു രീതിയിലുള്ള ജീവിതമാണ്. ഏറ്റവും മികച്ചതായിട്ടുള്ള സൗഭാഗ്യങ്ങളോടുകൂടിയ സത്യസന്ധമായ ഒരു ജീവിതമാണ് ആത്മീയ പാത എന്ന് പറയുന്നത്. ആത്മീയ പാതയിലുള്ളവർ ബലഹീനരായിരിക്കില്ല. സൂക്ഷ്മബുദ്ധിയുള്ളവരും ധീരരും ശക്തിയുള്ളവരുമായിരിക്കും അവർ. കാരണം അവരുടെ പരിശീലനങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ചീത്തകളെ അവരുടെ ഉള്ളിലുള്ള പല വീക്ക്നെസ്സുകളുണ്ടായിരിക്കില്ലേ. മനുഷ്യനെ ജനിച്ചിരിക്കുമ്പോൾ നാം ഒരു പരിണാമത്തിൻ്റെ ദിശയിൽ തന്നെയാണ്. നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും നമ്മുടെ വീക്ക്നെസ്സുകളൊക്കെ നാം ശുദ്ധീകരിച്ച് പ്യൂരിഫൈഡ് ആയിട്ടാണ് നമ്മൾ ധ്യാന പരിശീലനങ്ങളൊക്കെ പരിശീലിക്കുക. അതിനു മുമ്പ് ശരീരത്തെ തയ്യാറാക്കാനായിട്ടുള്ള ഹഠയോഗ പരിശീലനങ്ങളുണ്ട്, ചക്രകളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന. അതുപോലെ തന്നെ വളരെ പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ, വളരെ റിസർച്ച് ചെയ്ത് വളരെയധികം അതിനെക്കുറിച്ച് പഠനം നടത്തി മഹാത്മാ ചോക്സി തയ്യാറാക്കിയ ശ്വസന സമ്പ്രദായങ്ങൾ, അതായത് പ്രാണായാമങ്ങളുണ്ട്. യോഗികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രീത്തിങ്ങുകളൊക്കെ പരിശീലിക്കുന്നതുകൊണ്ട് അവരുടെ യോഗിക് സാധനങ്ങളുള്ളവരുടെ ഊർജ്ജമണ്ഡലം, അതുപോലെ തന്നെ എനർജി ബോഡി ആൻഡ് എനർജി സെൻറ്റേഴ്സൊക്കെ വളരെ ശുദ്ധമായിരിക്കുകയും അതുകൊണ്ട് തന്നെ അവർ മാനസികവും വൈകാരികവും ശാരീരികവും അതുപോലെ തന്നെ ആധ്യാത്മികമായിട്ടൊക്കെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ശക്തി മാത്രമല്ല, ചൈതന്യമുള്ളവരും ബുദ്ധിമാന്മാരുമായിരിക്കും അവർ. ആത്മീയ പാതയിൽ പരിശീലിക്കുന്നവർ ഈശ്വരീയ ബന്ധം നിലനിർത്തുന്നതോടുകൂടി ഭൂമി ദേവിയോടും ഉറച്ച ബന്ധം നിലനിർത്തുന്നതായിട്ട് കാണാം. നിലനിർത്തേണ്ടുന്നതാണ് നമുക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള കോഴ്സുകളിലുള്ളത്. കാരണം ഭൂമി ദേവിയുമായിട്ടുള്ള ബന്ധത്തിലാണ് നമുക്കുള്ള സമൃദ്ധിയും അഭിവൃദ്ധിയും വളരുക എന്ന് പറയുന്നത്. നമുക്ക് ഭൂമിയിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും നമ്മുടെ ശാരീരികമായ അവസ്ഥകൾക്കും വൈകാരികമായ അവസ്ഥകൾക്കും മാനസികമായ അവസ്ഥകൾക്കും ആത്മീയമായ അവസ്ഥകൾക്കൊക്കെ വേണ്ട ശക്തി ലഭിക്കുന്നത്. വെൽത്തി ആയിരിക്കുക, അതുപോലെ തന്നെ ഹെൽത്തി ആയിരിക്കുക എന്ന് പറയാം. അപ്പർ റൂട്ടിങ്, ഈ ഡിവൈൻ കണക്ഷൻ ഉണ്ടായിരിക്കും. കാരണം നമ്മുടെ തിന്മകളെയൊക്കെ നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്ത് ചീത്ത വീക്ക്നെസ്സുകളെയൊക്കെ കളഞ്ഞ് വളരെ ആത്മീയമായ ബലമുള്ളവരും സ്പിരിച്വൽ മസിൽസ് ഉള്ളവരും അതുപോലെ തന്നെ ഭൂമി ദേവിയുമായിട്ട് നല്ല ബന്ധമുള്ളവരുമായിരിക്കും. ഭൗതിക ലോകത്ത് മികച്ചവരായിരിക്കും, അതുപോലെ തന്നെ ആത്മീയമായി വളരെ ബന്ധമുള്ളവരായിരിക്കും. ശക്തരും ധീരരും സൂക്ഷ്മ ബുദ്ധിയുള്ളവരും അതുപോലെ തന്നെ വളരെ നന്മയുള്ളവരും സൗഭാഗ്യമുള്ളവരുമായിരിക്കും. അതുകൊണ്ട് ആത്മീയ പരിശീലനങ്ങൾ ഹീലിംഗ് സമ്പ്രദായത്തിൻ്റെ കുറച്ച് പടികൾ കയറുമ്പോൾ ആത്മീയമായ പരിശീലനങ്ങളാണുള്ളത്. വളരെ ചിട്ടയായി തയ്യാറാക്കിയ സമ്പ്രദായങ്ങളിൽ കൂടെ വളരെയധികം ഞങ്ങളുടെ മാസ്റ്റർ റിസർച്ച് ചെയ്ത് തയ്യാറാക്കിയ അദ്ദേഹത്തിൻ്റെ ഗുരുപത്നിയും മാസ്റ്ററും കൂടി തയ്യാറാക്കിയ വളരെ അമൂല്യമായ വൈഡൂര്യങ്ങളായി തന്നെ നിൽക്കുന്ന പരിശീലനങ്ങളാണ്. അവയ്ക്ക് വളരെ കൃത്യമായ കൃത്യതകളുണ്ട്, നിയമങ്ങളുണ്ട്. അതിന് സൂക്ഷ്മമായ പഠനങ്ങളിൽ കൂടെ തയ്യാറാക്കിയത് കൊണ്ട് തന്നെ അതിന് കൃത്യമായ കണക്കുകളുണ്ട്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ പറഞ്ഞത് ധ്യാനം എന്ന് പറയുമ്പോൾ ധ്യാനിക്കുന്നവർ അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രാക്ടീഷണേഴ്സ്, ആധ്യാത്മിക പരിശീലനം ചെയ്യുന്നവർ വളരെ ദുർബലരായിരിക്കുന്നു എന്ന ചിന്തയല്ല വേണ്ടത്. അവർ വളരെ സൂക്ഷ്മതയുള്ളവരും അവർ നന്മയുള്ളവരും ശക്തരും സൗഭാഗ്യമുള്ളവരും സ്നേഹമുള്ളവരും ലോകത്തോട് മുഴുവൻ സ്നേഹമുള്ളവരും ആയിരിക്കും എന്ന് ഞാൻ അറിയിക്കട്ടെ. എല്ലാവർക്കും ഞങ്ങളുടെ പരിശീലന കളരിയിലേക്ക് സ്വാഗതം. നിർത്തുന്നു. നമസ്തേ.